തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാവുകയാണ്. ആർ ശ്രീലേഖ ചുവരെഴുതി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ എസ് സുരേഷ് സംസാരിക്കുകയാണ്. അതിലേക്ക് എല്ലാവിധമായിട്ടുള്ള ആശംസകൾ നേരുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഉണ്ണിച്ചേട്ടാ ക്യാമറ ഇതിന്റെ LCD എനിക്ക് പ്രൈമറി ഒപ്പിച്ചേട്ടാ ഒന്നിരിക്കോ ഓഫ് ചെയ്തെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അയച്ചാൽ മതിയോ? അതിൻ്റെ ഈ LCD ഒന്ന് മടക്കി വയ്ക്കുക. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖ ബിജെപിയുടെ ചുമരെഴുതിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ആർ ശ്രീലേഖ വട്ടിയൂർക്കാവിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥിയാകും എന്നുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതിനെ കാണേണ്ടത്. മേയറും ഒപ്പം ഡെപ്യൂട്ടി മേയറും അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അവിടെ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ മേയർ സംസാരിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ശ്രീലേഖ ആ ചിഹ്നത്തിലേക്ക് നിറം കൊടുക്കുകയാണ്. ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് അങ്ങനെ തിരുവനന്തപുരത്ത് തുടക്കമാവുകയാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കൗൺസിലർ കൂടിയായ ആർ ശ്രീലേഖ താമര ചിഹ്നത്തിന് നിറം കൊടുത്തുകൊണ്ട് ആ ചടങ്ങ് തുടങ്ങുകയാണ്. ബിജെപിയുടെ തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖ നേതാക്കളൊക്കെ ആ ചടങ്ങിന് സാക്ഷിയാവുന്നുണ്ട്. മേയർ വി രാജേഷ്, ഒപ്പം ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, ജനറൽ സെക്രട്ടറി എസ് സുരേഷ് അടക്കമുള്ളവർ ഈ ശ്രീലേഖയുടെ ചുമരെഴുത്തിനൊപ്പം ചേരുന്നുണ്ട്. മുദ്രാവാക്യം വിളികളോടെ ആ ചുമരെഴുതുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കൗൺസിലർ കൂടിയായ ആർ ശ്രീലേഖ താമര ചിഹ്നത്തിന് നിറം കൊടുക്കുന്നതാണ്. നേരത്തെ തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലും അതോടൊപ്പം തന്നെ നേമത്ത് രാജീവ് ചന്ദ്രശേഖറും ഒക്കെ ഇത്തരത്തിൽ ചുമരെഴുതിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരുന്നു. ഇവരൊക്കെയാണോ സ്ഥാനാർത്ഥികൾ എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരു തീരുമാനമില്ലെങ്കിൽ പോലും പ്രചാരണം നടത്തുകയാണ് എന്നാണ് അന്ന് പറഞ്ഞത്. അതേ മറുപടി തന്നെയായിരിക്കും ഒരുപക്ഷെ ശ്രീലേഖയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു തീരുമാനം പറയാനുള്ള സാധ്യതയില്ല. പക്ഷേ വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രചാരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള എല്ലാ നീക്കങ്ങളും മുന്നണികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് വിവിധയിടങ്ങളിൽ ചുമരെഴുതിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബിജെപിയുടെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ബിജെപിയെ സംബന്ധിച്ച് എ ക്ലാസ് മണ്ഡലം എന്ന് കണക്കാക്കുന്നതാണ് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ്. ഏത് തരത്തിലും വിജയം ഉറപ്പാക്കുക എന്നുള്ളതാണ് മുന്നണികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത്. അതിൽ ബിജെപി വളരെ പ്രതീക്ഷയോടെ കാണുന്ന മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ്.